ഹാഷ്മി, താങ്കളുടെ ഈ അസുഖത്തിന് മരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി താങ്കൾക്ക് കേന്ദ്രത്തോടും BJP-യോടുമുള്ള വിരോധം ചികിത്സിക്കാൻ എനിക്ക് കഴിയില്ല. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്. 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഉണ്ടാക്കിയപ്പോൾ ആ കടലാസിന് യാതൊരു വിലയുമില്ലേ ഹാഷ്മി? ഹാഷ്മി കേരളത്തിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ ഈ കടലാസിന്റെ രേഖകളിലെ കാര്യങ്ങളും ചിട്ടങ്ങളും മറികടക്കാൻ സാധിക്കുമോ? യഥം വലം നോക്കാതെ ചെയ്തിരിക്കും. ഹാഷ്മി പ്രധാനമന്ത്രിയായാൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട, മക്കൾ അത്രയും നഷ്ടപ്പെട്ട, കിടപ്പാടവും ജീവനോപാധികളും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് മുന്നിൽ വിലങ്ങുതടിയാണ് ഉത്തരവെങ്കിൽ ചവിട്ടിക്കൂട്ടി തോട്ടിലെറിയും സാർ. ഹാഷ്മിയുടെ വികാരത്തെ ഞാൻ മാനിക്കുന്നു സാർ. ഹാഷ്മി ഏതായാലും ഇന്ത്യ പ്രധാനമന്ത്രി ആയില്ല എന്നുള്ളത് നല്ല കാര്യം. ഞാൻ പ്രാർത്ഥിക്കാൻ പാടില്ല. പിന്നെ താൻ എന്റെ അടുത്ത് വലിയ വർത്തമാനം പറഞ്ഞത്. എത്ര കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്താലും കേന്ദ്രവും കേരളവും ഈ രാജ്യത്ത് നിന്നും പിരിക്കുന്ന പണത്തിന്റെ വിഹിതം കൂട്ടുന്നതിന് കണക്ക് പറയുന്നില്ലെങ്കിൽ അതിന്റെ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്യാൻ സാധ്യമല്ല. സമാനതകളില്ലാത്തൊരു മഹാദുരന്തം ഉണ്ടായി 4 മാസം കഴിഞ്ഞ് ഇന്ന് 12ാം ദിവസമാണ്. വയനാടിന് വേണ്ടി 5 നയാ പൈസ കൊടുത്തിട്ടില്ല. 5 നയാ പൈസ. 159 കോടി കണക്ക് കഴിഞ്ഞ ആഴ്ചയിൽ TP കേന്ദ്രം പറഞ്ഞു. കള്ളമാണ് പറഞ്ഞത്. ഒരു 159 കോടിയില്ല സാർ. നിന്റെ മോന്ത കണ്ടാൽ അറിയാം നീ ഒരു പരമനാറിയാണ്. അങ്ങയുടെ നേതാവ് വി മുരളീധരൻ പറഞ്ഞ എന്തിനാണ് സഹായം നിഷേധിക്കാൻ പറയുന്ന കാരണമാണ് എന്താണ്? 3 പഞ്ചായത്ത് 2 വാർഡല്ലേ ഉള്ളൂ, ഒരു നാട് മൊത്തം ഒഴിച്ചു പോയിട്ടില്ല. അത് നാശോന്മുഖ പ്രതികരണമാണ്. വി മുരളീധരനും രാജ്നാഥ് സിംഗും പറഞ്ഞത് നമ്മൾ വ്യാഖ്യാനിക്കേണ്ട, ജനം കേൾക്കട്ടെ. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. താങ്കൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞു 159 കോടി അനുവദിച്ചു. താങ്കൾ പറഞ്ഞു ഞാൻ താങ്കൾക്ക് ഉത്തരവച്ചു തരാം. 159 കോടിയുടെ കള്ളക്കഥ BJP നേതാക്കൾ ആവർത്തിച്ച് പറയുന്നു ചർച്ചകളിൽ. 153 കോടി പേപ്പറിലാണ് ആന മൊട്ട കിട്ടിയത്. TP ജയേന്ദ്രൻ പാസ്ബുക്കിൽ കാണും, അക്കൗണ്ടിൽ കാണില്ല. എക്സാക്ട്ലി. പുട്ടടിക്കും പലപ്പോഴും. ഇനി കണക്കുകൾ വേണോ നിങ്ങൾക്ക്? എവിടെ പുട്ടടിക്കും? SGRF എന്ന് പറയുന്നത് നാഷണൽ ഹെഡിലുള്ള പണമല്ലേ? അതിൽ നിന്ന് 10 രൂപ എടുത്ത കേന്ദ്രം അറിയില്ലേ? അതെടുത്ത് പുട്ടടിച്ചു എന്നൊക്കെ അങ്ങ് ഉത്തരവാദിത്തമില്ല പറയാവോ? അന്തസ് വേണോടാ, അന്തസ്. The primary responsibility of the disaster relief and rehabilitation is the duty of the state government. ഈ കഴിഞ്ഞ ആഴ്ച തമിഴ്നാട്ടിൽ പോയില്ലേ TP കേന്ദ്രൻ? ഈ കഴിഞ്ഞ ആഴ്ച തമിഴ്നാട്ടിൽ പോയില്ലേ? രാവിലെ പോയില്ലേ? രാവിലെ പോയി വൈകിട്ട് 1000 കോടികൾ അനുവദിച്ചില്ലേ? അപ്പൊ അവിടെ ഒന്നും ബാധകമല്ലേ? അവിടെ ഒന്നും ബാധകമല്ലേ? നല്ല ചോദ്യം. അടുത്ത ചോദ്യം അല്ലേ? തമിഴ്നാട്ടിൽ രാവിലെ പോയി വൈകിട്ട് പണം കൊടുക്കാൻ ഈ പറയുന്ന മാനദണ്ഡവും അങ്ങ് ഈ പറയുന്ന എന്താണ് 2005 ഈ പറയുന്ന ആക്ടിന്റെ നൂലിഴകേറി പരിശോധിക്കലുമില്ല അല്ലേ? കേരളത്തോട് വരുമ്പോൾ ഇതൊക്കെ ഉണ്ട്. പാകിസ്ഥാന് സഹായം കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇതൊന്നും ഇല്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഇതെല്ലാം ഉണ്ട്. കോടതിയിൽ രേഖാമൂലം പറഞ്ഞു കേരളത്തിന് ആവശ്യമായ പണം നൽകാൻ കേന്ദ്രം തയ്യാറാണ്. ഞാൻ എത്ര അലറി വിളിച്ചാലും ഏത് കോടതി പറഞ്ഞാലും ഹാഷ്മിയിലെ രാഷ്ട്രീയക്കാരത് അംഗീകരിക്കില്ല. കാരണം നിങ്ങൾക്ക് ഒരു അജണ്ടയേ ഉള്ളൂ. എനിക്ക് ഒറ്റ അജണ്ടയേ ഉള്ളൂ, വയനാടിന് നീതി കിട്ടണം. രാവിലെ തമിഴ്നാട്ടിൽ പോയിക്കൊണ്ട് വൈകിട്ട് തമിഴ്നാടിന് 900 കോടി അനുവദിക്കാമെങ്കിൽ, പാകിസ്ഥാന് വരെ സഹായം നൽകാം എന്ന് രാജ്നാഥ് സിംഗിന് പറയാമെങ്കിൽ, കേരളത്തിന് 5 പൈസ തരാത്തത് എന്താണ് എന്നതിന് അങ്ങേക്ക് മറുപടി പറയാൻ കഴിയില്ല. ഇത് വലിയ തിന്മയാണ്.